വിശുദ്ധർ ഒക്ടോബർ 27 വിശുദ്ധ ഫ്രൂമെൻറ്റിയൂസ്. ടയറിൽ നിന്നുള്ള ഫിനീഷ്യൻ സഹോദരന്മാരായ എദേസിയൂസും ഫ്രൂമെൻറ്റിയൂസുമാണ് അബീസിനിയായിൽ ക്രൈസ്തവ വിശ്വാസം എത്തിച്ചത്. ബാലന്മാരായിരിക്കെ തന്നെ അവർ അവരുടെ അമ്മാവനായ മെട്രോപ്പിയൂസിനൊപ്പം അബീസിനിയായിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തി. വിശുദ്ധ ഫ്രൂമെൻറ്റിയൂസ് ഏതാണ്ട് 383 അക്സൂമിലെ ആദ്യ മെത്രാനും കൂടാതെ അബീസീനിയയിലെ അപ്പസ്തോലനുമായി. ചെങ്കടലിലെ ഒരു തീരത്ത് അവരുടെ കപ്പലെടുത്തപ്പോൾ പരിസര പ്രദേശങ്ങളിലെ ആളുകൾ എദേസിയൂസിനെയും ഫ്രൂമെൻറ്റിയൂസിനെയും ഒഴികെ കപ്പലിലെ മുഴുവൻ യാത്രക്കാരെയും കൊലപ്പെടുത്തി. ബാലന്മാരായ എദേസിയൂസിനെയും ഫ്രൂമെൻറ്റിയൂസിനെയും പിടികൂടി അടിമകളാക്കി എത്സൂമിലെ രാജാവിൻ്റെ പക്കലെത്തിച്ചു. ഇതേതാണ്ട് 316 സംഭവിച്ചത്. അധികം താമസിയാതെ തന്നെ ബാലന്മാർ രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമായി. രാജാവ് ഇവരെ തൻ്റെ മരണത്തിന് മുമ്പ് ഇവരെ സ്വതന്ത്രരാക്കുകയും വിശ്വസ്ത പദവികളിലേക്ക് നിയമിക്കുകയും ചെയ്തു. രാജാവിൻ്റെ മരണശേഷം വിധവയായ രാജ്ഞി മകനായ എറാസന്നസിനെ പഠിപ്പിക്കുന്നതിലും രാജ്യഭരണത്തിൽ തന്നെ സഹായിക്കുന്നതിനുമായി ഇവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവർ അവിടെ തങ്ങുകയും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. അനേകർക്ക് ക്രിസ്തീയ വിശ്വാസം പകർന്നു നൽകുവാൻ വിശുദ്ധ ഫ്രൂമെൻറ്റിയൂസിന് കഴിഞ്ഞു. ആദ്യമായി അവർ ക്രിസ്ത്യൻ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുകയും പൊതുസ്ഥലങ്ങളിൽ കൂടിച്ചേരുന്നതിനും അവിടെ വെച്ച് തങ്ങളുടെ ആരാധനകൾ നടത്തുന്നതിനും വേണ്ട അനുവാദം നേടിക്കൊടുക്കുകയും ചെയ്തു. അനേകം പ്രദേശവാസികൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. രാജകുമാരന് പ്രായപൂർത്തിയായപ്പോൾ എദേസിയൂസ് ടയറിലുള്ള തൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുക്കലേക്ക് തിരിച്ചുപോയി. പിന്നീട് അദ്ദേഹം അബീസിനിയയിലേക്ക് തിരിച്ചു വന്നില്ല. എന്നാൽ അബീസിനിയയെ മതപരിവർത്തനം ചെയ്യുന്നതിൽ തൽപരനായ ഫ്രൂമെൻറ്റിയൂസ് ആകട്ടെ അലക്സാൻഡ്രിയ വരെ എദേസിയൂസിനെ പിന്തുടർന്നു. അവിടെ വെച്ച് വിശുദ്ധ അത്തനാസിയൂസിനോട് ഒരു മെത്രാനെയും കുറച്ച് വൈദികരെയും അബീസിനിയയിലേക്ക് അയക്കുവാൻ ആവശ്യപ്പെട്ടു. ഫ്രൂമെൻറ്റിയൂസ് തന്നെയാണ് ഇതിനു പറ്റിയ ആളെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ അത്തനാസിയൂസ് 328 ഫ്രൂമെൻറ്റിയൂസിനെ അവിടുത്തെ മെത്രാനായി വാഴിക്കുകയും ചെയ്തു. ഇത് സംഭവിച്ചത് 340 346 ഇടയ്ക്കാണെന്നാണ് കരുതപ്പെടുന്നത്. ഫ്രൂമെൻറ്റിയൂസ് അബീസിനിയയിലേക്ക് തിരിച്ചു വരികയും അക്സൂമിൽ തൻ്റെ മെത്രാൻ ഭരണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അധികാരത്തിലേറിയ രാജാവായ ഐസനാസും ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അതീവ പ്രയത്നം നടത്തിയ ഫ്രൂമെൻറ്റിയൂസ് ധാരാളം പള്ളികൾ പണിയുകയും അബീസിനിയ മുഴുവൻ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അബൂന അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവ് അഥവാ അബ്ബ സലാമ സമാധാനത്തിൻ്റെ പിതാവ് എന്ന പേരുകളിലായിരുന്നു വിളിച്ചിരുന്നത്. അബീസിനിയൻ സഭാധികാരി ഇപ്പോഴും ഈ പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 365 കോൺസ്റ്റാന്റിനോയൂസ് ചക്രവർത്തി ഐസനാസ് രാജാവിനും അദ്ദേഹത്തിൻ്റെ സഹോദരനുമായി ഒരു കത്തെഴുതുകയും അതിൽ ഫ്രൂമെൻറ്റിയൂസിനെ മാറ്റി പകരം അരിയൻ മെത്രാനായ തിയോഫിലൂസിനെ നിയമിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം വൃഥാവിലായി. ലാറ്റിൻ ജനത ഈ വിശുദ്ധൻ്റെ തിരുനാൾ ഒക്ടോബർ 27 ഗ്രീക്കുകാർ നവംബർ 30 കോപ്റ്റി ക്രിസ്ത്യാനികൾ ഡിസംബർ 18 ആഘോഷിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ആദ്യ എത്യോപ്യൻ തർജിമ ഇദ്ദേഹമാണ് നടത്തിയതെന്ന് അബീസീനിയക്കാർ വിശ്വസിക്കുന്നത്.